അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ഇവിടെ പറഞ്ഞതെല്ലാം വ്യക്തമായിട്ട് നീ കേട്ടു അല്ലേ? നിങ്ങൾ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ്. ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുക. ഞാനിത് മുഴുവൻ നാട്ടുകാരെ അറിയിക്കും. താൻ ഈ ഇലക്ഷൻ ജയിക്കുന്ന എനിക്കൊന്ന് കാണണം. ശിവ, ഇവനെ അകത്ത് കൊണ്ടുപോയി പൂട്ടിയിട്. വിടാമോ? നമ്മൾ പറഞ്ഞു വന്ന കാര്യം. അപ്പോ എല്ലാം അതിന്റെ വഴിക്ക് തന്നെ നടക്കും. വയ്ക്കോ. രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കാൻ കഴിവുള്ള വലിയൊരു നേതാവിനെയാ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി പ്രിപ്പയർ ചെയ്താ ഞാൻ പോയത്. ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിൽ അക്കമിട്ട് വെച്ചിരുന്നു. പക്ഷേ എന്താ എല്ലാം റെഡിയല്ലേ? ഞങ്ങള് റെഡിയാണ്. സാറിനോടൊന്ന് പറയൂ. അച്ഛൻ കുറച്ച് ബിസിയാ, ഇപ്പൊ വരും. വെയിറ്റ്. അതെ, ഈ വാഷ്റൂം എവിടെയാ? മുകളിലാ, സ്റ്റെയർ കേസ് കയറി ഇടത് ഭാഗത്ത്. അതെ, വാഷ്റൂമിൽ പോയിട്ട് നേരെ ഇങ്ങോട്ട് തന്നെ വരണം. അവിടെ ചുറ്റിത്തിരിയാണോ നിൽക്കണ്ട. നിർത്ത്. എങ്ങനുണ്ട് ഗോപാല? നിന്റെ രാജ്യസ്നേഹമൊക്കെ കുറഞ്ഞോ? നിങ്ങളൊക്കെ എന്തിനാ രാഷ്ട്രീയത്തിൽ വന്നത്? ജനങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കാനും. നീയല്ല, ആ ഫാക്ടറിക്കെതിരെ എത്ര പേര് വന്നാലും കൊന്നു കുഴിച്ചു മൂടും ഞാൻ. നീ ഒളിച്ചു നിന്ന് കേട്ടപ്പോ തന്നെ കൊന്നു കളയേണ്ടതായിരുന്നു. പക്ഷേ ഇലക്ഷൻ കഴിയുന്നത് വരെ എല്ലാം ഞാൻ നിർത്തിവെച്ചിരിക്കുക. ഇലക്ഷനിൽ ജയിച്ച് ഞാനൊന്ന് മന്ത്രി ആവട്ടെ. ആ ഫാക്ടറി ഞാൻ തന്നെ നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്യും. 25 കോടിയാ അവരെനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. 5 കോടി അഡ്വാൻസ് ഞാൻ വാങ്ങിക്കുകയും ചെയ്തു. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതേ ജനങ്ങളെ സേവിക്കാനല്ല, 10 കാശുണ്ടാക്കാനാ. എത്ര ജനങ്ങൾ ചത്താലും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഒന്നും നടക്കില്ലടാ. അടിച്ചു കൊല്ലടാ ഈ പട്ടിയെ. തല്ലുകൊള്ളാൻ അവന്റെ വിധി. ശരി, ഞാൻ ഡാഡിയോട് ചോദിച്ചു. ഡാഡി ഇന്റർവ്യൂ ചെയ്യാൻ ചാനലിൽ നിന്നൊരു പെണ്ണൊന്നു പറഞ്ഞില്ലേ? ഡാഡി റെഡിയാക്കി വരാൻ പറഞ്ഞു. ഞാനിപ്പോ വരുമെന്ന് നീ പോയി പറ. ഈ സമയത്ത് ഇന്റർവ്യൂവിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ഡാഡി? ഇത്രയും വർഷങ്ങളായിട്ട് മീഡിയയുടെ മറവിലല്ലേ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അവരെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മന്ത്രി കസേര സ്വന്തമാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവടാ. നീ അവരോട് റെഡിയായിരിക്കാൻ പറ. ചെല്ല്. ശരി. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക്, ഇല്ലെങ്കിൽ
വിഗ്രഹം ഉടഞ്ഞു വീഴാന്നൊക്കെ പറയാറില്ലേ, അതാ അന്നവിടെ സംഭവിച്ചത്. കഷ്ടപ്പെടുന്നവന്റെ കൂടെ നിൽക്കുന്ന സൗമ്യനായ നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ധർമ്മജന്റെ മറ്റൊരു മുഖം ഞാൻ കണ്ടു. എനിക്കവിടെ നിന്ന് ഓടിപ്പോണമെന്നുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ അയാളുടെ ഇന്റർവ്യൂ എടുത്തു. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് ജനങ്ങളോടുള്ള താങ്കളുടെ സമീപനം എങ്ങനെയായിരിക്കും? ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും ജനസേവകനായിരിക്കണമെന്ന വിശ്വാസ പ്രമാണമാണ് എന്റേത്. നമുക്കൊരു പ്രശ്നം വരുമ്പോ പരിഹാരം തേടി ഓടിച്ചെല്ലാൻ ഒരാളുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നണം. ആ ഒരു തോന്നൽ എന്നെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 40 വർഷമായി ഒരേ മണ്ഡലത്തിൽ നിന്ന് ഞാൻ ജയിക്കുന്നതിന്റെ കാരണവും അതാണ്. ഈ നാട്ടിലെ ജനങ്ങൾ എനിക്കെന്റെ കുടുംബാംഗങ്ങളെ പോലെയാണ്. ഓരോരുത്തർക്കും ഞാൻ ആ സ്നേഹവും കരുതലും നൽകുന്നുണ്ട്. എന്റെ മരണം വരെ അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇന്റർവ്യൂ കാണുന്നതല്ല അയാളുടെ ശരിയായ മുഖമെന്ന് തെളിയിക്കാൻ നിന്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ടല്ലോ, അതെന്താ നീ ചെയ്യാത്തെ? ധർമ്മജൻ സാറിന്റെ ഇന്റർവ്യൂ എടുക്കാനാ ഞാൻ നിങ്ങൾ അങ്ങോട്ട് അയച്ചത്. അല്ലാതെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒളിഞ്ഞിരുന്ന് ക്യാമറയെ പകർത്താനല്ല. ഇങ്ങനെ ഒരു ക്രൂരകൃത്യം കൺമുന്നിൽ കണ്ടിട്ടും ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ സാറ് പറയുന്നേ? ഈ വീഡിയോ ടെലികാസ്റ്റ് ചെയ്താ എന്താ സംഭവിക്കുന്നറിയോ? അയാളുടെ ആൾക്കാർ വന്ന് ഈ ചാനൽ തല്ലി തകർക്കും, നിങ്ങളെ പച്ചയ്ക്ക് കത്തിക്കുകയും ചെയ്യും. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. സാറിന് ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പേടിയാണെങ്കിൽ നട്ടലുള്ളവർ നടത്തുന്ന വേറെ ചാനൽ ഈ നാട്ടിലുണ്ട്. ഞങ്ങളെ ഇത് അവർക്ക് കൊടുത്തോളാം. ധർമ്മജന്റെ തനിനിറം ഈ നാട്ടുകാർ അറിഞ്ഞേ പറ്റൂ. ജെനിഫർ, ജെനിഫർ വേണ്ട, നിനക്കിത് ആവത്താ. പറയുന്നത് കേക്ക്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. 40 വർഷം തുടർച്ചയായിട്ട് ഒരു മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്ത നേതാവ് വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം എനിക്കാണെന്ന് അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. എന്താണോ ആ TV ഒന്ന് ഓൺ ചെയ്തേ. നിയുക്ത മന്ത്രി ധർമ്മജന്റെ തനിനിറം പുറത്തായി. കേരളത്തിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന ഫാക്ടറിക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരിൽ ഒരാളെ ധർമ്മജനും അനുയായികളും കൂടി ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യമാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത്. ജനങ്ങൾക്കു വേണ്ടി ഫാക്ടറിക്കെതിരായി പ്രവർത്തിക്കുന്നതായി നടിച്ച് ഫാക്ടറി മുതലാളിയിൽ നിന്നും 25 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും 5 കോടി രൂപ അഡ്വാൻസ് ആയി വാങ്ങിയെന്നും ധർമ്മജൻ തുറന്നു പറയുന്നതായി ദൃശ്യങ്ങളിൽ കാണാം. 25 കോടിയാ അവരെനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. 5 കോടി അഡ്വാൻസ് ഞാൻ വാങ്ങിക്കുകയും ചെയ്തു. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതേ ജനങ്ങളെ സേവിക്കാനല്ല, 10 കാശുണ്ടാക്കാനാ. ഹലോ, എന്താ നേതാവ് പറഞ്ഞത്? ഡാഡിയെ പാർട്ടിന്ന് പുറത്താക്കി. സാറിന് എന്താ പറ്റിയേ? വണ്ടി വിളിക്കേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. വണ്ടി എടുക്കാൻ പറ പെട്ടെന്ന്. അതിന്റെ ഷോക്കില് ധർമ്മജൻ സ്ട്രോക്ക് വന്ന് കിടപ്പിലായി. അയാളുടെ മകനും ആൾക്കാരും വന്ന് ഞാൻ വിജയായി ജോലി ചെയ്യുന്ന ചാനൽ തല്ലി തകർത്തു. ജെനിഫർ, ശിവനും അവന്റെ ആൾക്കാരും വന്ന് ചാനലും ഫ്ലോറും എല്ലാം തല്ലി തകർത്തു. അവരേത് നിമിഷം ഇവിടെ എത്തും. നിന്നെ കണ്ട ജീവനോട് വിടില്ല. എത്രയും വേഗം നീ ഇവിടുന്ന് പോണം. എടാ, നീ
എന്താ ഈ പറയുന്നേ? ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? വേണ്ടാത്തതൊന്നും പോണ്ടെന്ന് അന്നേ ഞാൻ പറഞ്ഞതാ. നിന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. അച്ഛനും അമ്മയെ വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവാനോ? ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിന്നെയാണ് അവർക്ക് വേണ്ടത്. വേഗം പോ മോളെ. ജെനിഫർ വേഗം പോ. ഓടിക്കോ. വേഗം വാ. ശരി.